യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിനത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കാൻ പോകുന്ന തിരുവചനങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ വ്യത്യസ്തമായൊരു വചനമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരാൻ പോകുന്നത്. സങ്കീർത്തനം 22:1 മുതലുള്ള വചനം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങെന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? എൻ്റെ ദൈവമേ, പകൽ മുഴുവൻ ഞാൻ അങ്ങേ വിളിക്കുന്നു, അങ്ങ് കേൾക്കുന്നില്ല. രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ, അവിടുന്ന് പരിശുദ്ധനാണ്. അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസം അർപ്പിച്ചു. അവർ അങ്ങയിൽ ശരണം വെച്ചു, അങ്ങ് അവരെ മോചിപ്പിച്ചു. അങ്ങയോട് അവർ നിലവിളിച്ചപേക്ഷിച്ചു, അവർ രക്ഷപ്പെട്ടു. അങ്ങയെ അവർ ആശ്രയിച്ചു, അവർ ഭഗ്നാശരായില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വചനം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാം. കർത്താവിനോട് പറഞ്ഞ് നിങ്ങൾ പറയാൻ വളരെയധികം കാരണമുണ്ട് ഈ വചനത്തിൻ്റെ. അത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ഇതായത് എല്ലാ തകർച്ചകളുടെയും വേദനകളുടെയും ദുഃഖങ്ങളുടെയും നടുവിൽ നിൽക്കുന്ന ദൈവജനം അല്ലെങ്കിൽ ദൈവമക്കൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഒരു ബൈബിൾ പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയാവുന്നത് കാൽവരി കുരിശിൽ കടന്നുകൊണ്ട് സ്വർഗപിതാവിനോട് ഈശോ ചോദിക്കുന്നതാണ്, ഭക്താനെ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു, ഉപേക്ഷിച്ചു? ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിലൂടെ പോകുന്ന എല്ലാവരും ചോദ്യം കാരണമെന്ത്? എല്ലാവർക്കും അറിയേണ്ടത് കാരണമാണ്. എന്തുകൊണ്ട് ഈ തകർച്ച വരുന്നു? എന്തുകൊണ്ട് ഈ രോഗം വരുന്നു? എന്തുകൊണ്ട് ഈ അപകടം വരുന്നു? ചില പറയും പാപം കാരണമാണ്, ചില പറയും ശാപമാണ്, ചില പറയും അവൻ കാരണമാണ്, ചിലർ പറയും അവള് കാരണമാണ്, ചിലരുടെ സാഹചര്യങ്ങൾ കാരണം. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൻ്റെയൊക്കെ ജീവിത സാഹചര്യങ്ങളാണ് ഇങ്ങനെയുള്ള അവസ്ഥയ്ക്ക് കാരണം. അല്ലെങ്കിൽ പൈശാചിക ശക്തിയാണ് ഇതിൻ്റെ പിന്നിലെ കാരണം. ദ സ്പിരിറ്റ് ഓഫ് ഇവിൾ സ്പിരിറ്റ്, പൈശാചിക ശക്തിയാണ് ഇതിൻ്റെ പിന്നിലെ കാരണം. ഇങ്ങനെ പലതരം കാരണങ്ങൾ ഇവരാണ്. അപ്പോൾ ഇതിൻ്റെ നടുവിലാണ് മനുഷ്യനെപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നൊരു പ്രാർത്ഥനയാണ്, ഭക്താനെ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? ശരിക്കും ഈ വചനം ഏറ്റവും നന്നായിട്ട് ഉച്ചരിക്കും നമ്മുടെ കർത്താവ്. നമുക്കറിയാം ഈശോയുടെ വചനമായിരുന്നത്. അപ്പോൾ അത് ചിലർ കരുതുന്നത് നിരാശയുടെ പ്രാർത്ഥനയായിട്ടാണ് ചില അവതരിപ്പിക്കുന്നത്. ദൈവം കൈവിട്ടെന്നോർത്തും അല്ല, നിരാശയുടെ പ്രാർത്ഥനയല്ലത്. അതിനപ്പുറം അതൊരു വലിയൊരു ദൈവീക രഹസ്യങ്ങൾ നിറഞ്ഞിരിക്കുന്നൊരു സംഭവമാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം? ഇതേ കാരണം തന്നെ നമുക്ക് ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെയും കാണാം. ജോബിനും സഹനങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴും ജോബ് പറയുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നു? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഓൾ ദീസ് പ്രോബ്ലംസ്? തറന്നു പോകുന്നൊരു അനുഭവം അവിടെ പറയുന്നുണ്ട്. ഞാൻ പകൽ അങ്ങേ വിളിച്ചു, അങ്ങ് എന്നെ കേട്ടില്ല. രാത്രികാലത്തും ഞാൻ അങ്ങേ വിളിച്ചു, എനിക്കൊരാശ്വാസവും ലഭിച്ചില്ല. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് കേൾക്കുന്നില്ല. എൻ്റെ നിലവിളിയോ, എൻ്റെ വിഷമോ, എൻ്റെ പ്രയാസങ്ങളോ, എൻ്റെ രോദനങ്ങളോ, കണ്ണുനീരോ അങ്ങ് കാണുന്നില്ല എന്നുള്ള വിധത്തിലാണ് ഈ പ്രാർത്ഥന തുടങ്ങുന്നത്. പക്ഷേ സങ്കീർത്തനം 22 അവസാനം 25 മുതൽ 31 വരെയുള്ള വചനം വരുമ്പോൾ അതിന് വേറെ രൂപത്തിലാണ് ഈ സംഭവം മാറിപ്പോകുന്നത്. അവിടെ വേറെ നേരെ തിരിയുകയാണ്. മഹാസഭയിൽ ഞാൻ അങ്ങേ പുകഴ്ത്തും, അവിടുത്തെ ഭക്തരുടെ മുമ്പിൽ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും. പുരുഷാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും. അവർ ഭാവി തലമുറയോട് കർത്താവിനെ പറ്റി പറയും. ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്നവർ ഉദ്ഘോഷിക്കും. അപ്പോൾ ആ സങ്കീർത്തനത്തിൻ്റെ അവസാനം എത്തുന്ന വലിയ പ്രത്യാശയിലാണ്, വലിയൊരു ആനന്ദത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് എൻ്റെ അർത്ഥം? എന്താ? ബൈബിൾ പഠിക്കുമ്പോൾ, തിരുവചനം ധ്യാനിക്കുമ്പോൾ, രക്ഷാകര ചരിത്രവും നമ്മുടെ ജീവിതമൊക്കെ കൂട്ടിച്ചേർത്ത് ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും എൻ്റെ പ്രിയപ്പെട്ടവരെ. അതാണ്, ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു വലിയൊരു പദ്ധതിയുണ്ട്. സങ്കീർത്തനത്തിൻ്റെ 55-ാമത്തെ അധ്യായം
8:9 കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെ അല്ല, നിങ്ങളുടെ ചിന്തകൾ എൻ്റേതുപോലെയല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ പദ്ധതികളും എൻ്റെ ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ഉയർന്നൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. നിങ്ങൾ തകർച്ചകളുടെയും വേദനകളുടെയും ദുരിതങ്ങളുടെയും ഏതുവിധ കാരണങ്ങളാലുള്ള തകർച്ചകളായാലും ശരി, അതിൻ്റെ നടുവിൽ നിൽക്കുന്ന ദൈവമക്കളെ നമ്മൾ ചിന്തിക്കേണ്ടത്, എനിക്ക് ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു ശ്രേഷ്ഠമായൊരു പദ്ധതിയുണ്ട്. അതാണ് ഇതിൻ്റെ കാരണം. അതാണ്, വേറെ ഒരു കാരണങ്ങളല്ല. വേറെ ഒന്നിനെയും കാരണങ്ങളായിട്ട് കാണരുത്. ഇതിൻ്റെ പിന്നിൽ ദൈവപദ്ധതിയാണ് നിറവേറുന്നത് എന്നുള്ളതൊരേ ഒരു കാരണം. അതായത് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള വലിയ വിശ്വാസത്തിൻ്റെ ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ 23-ാമത്തെ അധ്യായത്തിൻ്റെ 19-20 വചനം പറയും. 19-ാമത്തെ വചനം പറയേ, മനുഷ്യനെ മാത്രമേ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. എല്ലാം കാണുന്ന ദൈവം. സങ്കീർത്തനം 139:1 മുതലുള്ള വചനത്തിൽ വളരെ വ്യക്തതയോടെ പറയുന്നുണ്ട്, എല്ലാം കാണുന്ന ദൈവം. ദൈവം എല്ലാം കാണുന്നു. കർത്താവെ അവിടുന്ന് തന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങ് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്ന എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്കെൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവെ അവിടുന്ന് അറിയുന്നു. മുമ്പിലും പിമ്പിലും എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. ഈ അറിവ് എനിക്ക് അപ്രാപ്യമാം വിധം ഉന്നതമാണെന്ന് പറയുക. അപ്പോൾ ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. പലപ്പോഴും കാരണങ്ങൾ തേടിയുള്ള ഓട്ടത്തിലാണ് ഞാനും നിങ്ങളും. എല്ലാത്തിനും കാരണങ്ങൾ തേടും, പക്ഷേ കാരണം കിട്ടില്ല. പലപ്പോഴും നമ്മൾ പലയിടങ്ങളും ധ്യാന കേന്ദ്രങ്ങളും ആത്മീയ മക്കളെല്ലാം നമ്മൾ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ് പ്രോബ്ലം? എന്താണ് ഈ തകർച്ച ഉണ്ടാകാൻ കാരണം? എന്തുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു കുഞ്ഞെൻ്റെ കുടുംബത്തിൽ ജനിക്കാൻ കാരണം? എന്തുകൊണ്ടാണ് ഈ അവസ്ഥ എൻ്റെ ഭാര്യയ്ക്കുണ്ടാകാൻ കാരണം? എന്തുകൊണ്ടാണ് ഈ അവസ്ഥ എൻ്റെ ഭർത്താവിനുണ്ടാകാൻ കാരണം? എന്തുകൊണ്ടാണ് ഈ മക്കൾ ഇങ്ങനെ ആയിത്തീരാൻ കാരണം? അപ്പനമ്മ ഇങ്ങനെ ആയിത്തീരാൻ, സാമ്പത്തിക തകർച്ച ഉണ്ടാകാൻ കാരണം, രോഗങ്ങളുണ്ടാകാൻ കാരണം? ഇതിനുവേണ്ടി കാരണങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. കാരണം ഒന്നേ ഉള്ള. സങ്കീർത്തനം 22 പറയുന്നത് ദൈവമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം. എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നമുക്കറിയാം, സ്വപുത്രനായ ഈശോ മിശിഹായ്ക്ക് പോലും സഹനത്തിൻ്റെ കാസം മുഴുവൻ കുടിച്ചു തീർക്കണമെന്നുള്ളത് സ്വർഗപിതാവിൻ്റെ പദ്ധതിയായിരുന്നു. പാപം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തൊരുവനെ ലോകത്തിന് വേണ്ടി പാപപരിഹാര ബലിയാക്കി മാറ്റുന്നു. ഒരു തെറ്റും ചെയ്യാത്തവൻ അവനറക്കപ്പെടാനുള്ള കുഞ്ഞാടായിട്ട് മാറുന്നത് കാണാൻ പറ്റും. ഈ റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ, റോമാലേഖനം 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 36-37 വചനം ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: നിന്നെപ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെപ്പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നിന്നെപ്രതി ദിവസം മുഴുവൻ ഞങ്ങൾ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെപ്പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ പറയുന്നുണ്ട് അവിടെ, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊരു ദൈവപദ്ധതിയുടെ ഭാഗമായിട്ട് സഹനങ്ങളെ എടുക്കാവുള്ളൂ. ഏത് തകർച്ചകൾ, പരീക്ഷയ്ക്ക് തോറ്റു, വിസ തടസ്സം വന്നു, മക്കൾ ജനിച്ചില്ല, കടബാധ്യത കൊണ്ട് നിറയുന്നു, ജീവിതം വഴിമുട്ടിപ്പോകുന്ന അവസ്ഥ, ചില മരണങ്ങൾ സംഭവിക്കുന്നു, ഒരിക്കലും ആഗ്രഹിക്കാത്ത ചില മരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു, ചില അനർത്ഥങ്ങൾ സംഭവിക്കും. ഒരു ദിവസം കൊണ്ട് എല്ലാം തകർന്നടിയുന്നൊരനുഭവം. ബിസിനസ് ഒറ്റ ദിവസം കൊണ്ട് തകർന്നു, ഒറ്റ ദിവസം കൊണ്ട് ജീവിത പങ്കാളി വേർപെട്ടു, ഒറ്റ ദിവസം കൊണ്ട് മക്കൾ വേർപെട്ടു, ഒറ്റ ദിവസം കൊണ്ട്. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉന്നതമായ പ്ലാനും പദ്ധതിയുമുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകണം. പലപ്പോഴും നമ്മുടെ വിചാരം നമ്മളാണ് ചരിത്രത്തെയും ലോകത്തെയും നിയന്ത്രിക്കുന്നതും കൊണ്ടുപോകുന്നു.
അല്ല. കുറേ കാലം കഴിയുമ്പോൾ ഞാനും നിങ്ങളൊക്കെ പറയാൻ സാധ്യതയുള്ളൊരു വാക്കുണ്ട്, നമ്മളൊന്നും ചെയ്യുകയായിരുന്നില്ല, ദൈവം നമ്മളെയും കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുകയായിരുന്നു. ഓരോ സാഹചര്യത്തിലും ദൈവമാണ് കൈപിടിച്ച് നടത്തിയത് എന്നുള്ള ബോധ്യം ഉണ്ടാകാൻ പോവുക. നമ്മളല്ല, ദൈവമാണ് വഴി നടത്തിയത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കാൻ പോവുക. ദൈവമാണ് ഇതിൻ്റെ പിന്നിൽ രഹസ്യമായി നമ്മുടെ കൂടെ നടന്ന് നമുക്ക് വേണ്ടി ചെയ്തു. എന്താണ് കാരണം അറിയില്ല. ദൈവത്തിൻ്റെ പദ്ധതി നമുക്കറിയാം. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 2-ാമത്തെ അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, ഈ പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും കൂടെ ഉണ്ണി മിശിഹായെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് കാഴ്ചവെക്കുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവത്തിൻ്റെ വേളയിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്, കുഞ്ഞിനെ കൊണ്ടുപോയി ദേവാലയത്തിൽ കാഴ്ചവെക്കുന്ന സമയത്ത് വലിയൊരു മിറക്കിൾ ഉണ്ടാകുന്നുണ്ട്. അവിടുത്തെ ശമയോൻ എന്ന പുരോഹിതൻ ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വരുന്നു. അപ്പോഴാണ് യോസേപ്പ് പിതാവും മാതാവും ഉണ്ണി മിശിഹായായിട്ട് വരുന്നത്. അപ്പം അവൻ്റെ ഈ ശമയോനൊരു ദർശനമുണ്ട്. അതായത് ദൈവത്തിൻ്റെ ലോകത്തിൻ്റെ രക്ഷകനെ കാണുന്നതിന് മുമ്പ് ഞാൻ മരിക്കുകയില്ല. അപ്പോൾ കൃത്യം അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്, ദൈവം കൊണ്ടുവരികയാണ്. പക്ഷേ ആ സമയത്ത് അവിടെയുള്ള അങ്ങനെയല്ല, ഇന്ന കാരണം കൊണ്ട് ആ കാരണം ഒന്നുമല്ല, ദൈവമാണ് ഇവനെ ആ ദേവാലയത്തിലേക്ക് ആ സമയത്ത് കൂട്ടിക്കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റും, ലൂക്കാസ് സുവിശേഷം 2:36-37-38 ഫനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോട് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയുണ്ടായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചിരുന്ന കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് പറയുകയും കൊണ്ട് അവൾ അവിടെ 84 വർഷം അവളെ ആരാണ് അവിടെ നിർത്തിയത്? ദൈവമായ കർത്താവാണ് അവൾ. അപ്പോൾ അവളുടെ ജീവിത സഹനങ്ങൾ, അവൾ വിധവയായിപ്പോയി, ജീവിതത്തിൽ ഒരുപാട് തകർച്ചകളുണ്ടായി, ഒറ്റപ്പെടുണ്ടായി. ശരിക്കും അതെന്തിനായിരുന്നു? ഈ ദൈവപുത്രനായ ഈശോ മിശിഹായെ, ലോകരക്ഷകനായ ഈശോ മിശിഹായെ കാണാനുള്ളൊരു യോഗ്യത ദൈവം അനുവദിച്ചു, അവളെ അനുവദിച്ചു. ദൈവപദ്ധതിയിൽ കാണണം ഇത്. അപ്പോൾ അവൾ കാണുന്നത് പിന്നെ അവൾ എന്തായിരുന്നു? ഈ തകർച്ചകളേ അല്ല, ദൈവത്തിൻ്റെ വഴികളാണത്. ഈശോ മിശിഹായ ദൈവത്തെ കണ്ടുമുട്ടാനുള്ള വഴികളാണത്. അല്ലത് തകർച്ചകളല്ലത്, അപകടങ്ങളല്ലത്, അനർത്ഥങ്ങളല്ലത്, ദുരന്തങ്ങളല്ലത്, ദൈവപദ്ധതിയുടെ ഭാഗമാണത്. ഇത് മനസ്സിലാക്കാൻ എളുപ്പമല്ല, വലിയൊരു ആത്മീയ രഹസ്യമാണിത്. മനുഷ്യബുദ്ധിക്ക് അതീതമായൊരു ദൈവിക രഹസ്യമാണത്. ആ ഒരു പദ്ധതി നമുക്കറിയാം. നല്ല കള്ളനെന്ന് പറയുന്നൊരു കുരിശിൻ്റെ ഒരു ഭാഗം, ഈശോയുടെ കുരിശിന് അടുത്തുള്ള കുരിശിൽ കിടക്കുന്നവൻ, അപ്പം അവനെ അവിടെ അതും ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ഇതൊരു വലിയൊരു ജ്ഞാനത്തിൽ കണ്ടുമുട്ടണം. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ വളരെ താഴ്മയോടെ എളിമയോടെ നിൽക്കുക. കർത്താവിൻ്റെ അതാണ് 1 പത്രോസ് 5:7 ഒക്കെ അർത്ഥം അതാണ്. കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴേ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തും. എന്ന് വെച്ചാൽ ദൈവം നിങ്ങൾക്കിത് ബോധ്യപ്പെടുത്തി തരും. ദൈവം തന്നെ ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി. ഫിലിപ്പി ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വചനം പഠിക്കുമ്പോൾ ദൈവം തന്നെ അത് മനസ്സിലാക്കി തരും. പരിശുദ്ധാത്മാവ് തന്നെ നമുക്കത് വെളിപ്പെടുത്തി തരും. കാലക്രമത്തിൽ മനസ്സിലാവും ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ ഒരു രഹസ്യം, ദൈവിക പദ്ധതിയാണ്. ചിലപ്പോൾ നമ്മൾ ചില ശരിയെന്ന് തോന്നും, ചില തെറ്റെന്ന് തോന്നും, ചില അങ്ങനെ ആയിരുന്നില്ല, ഇതിങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയാണ്, ഇതാണൊക്കെ ചോദ്യം ഉത്തരമൊക്കെ കറക്റ്റായിരിക്കും. പക്ഷെ ഇതൊന്നുമല്ല കറക്റ്റെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്, ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്. അത് തിരിച്ചറിയാൻ പറ്റും. ചരിത്രം ഇപ്പോൾ ലോകത്ത് നടക്കുന്ന കോവിഡ് എന്ന് പറയുന്ന മഹാമാരി, ഇതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്. മനുഷ്യകുലത്തിൻ്റെ മേൽ വരുന്ന പല അനർത്ഥങ്ങളും ദൈവം അറിയുന്നുണ്ട്. അതാണ് കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൽ പൈശാചിക അരൂപികളെക്കുറിച്ചുള്ള പ്രബോധനം തിരുസഭ നൽകുമ്പോൾ പറയുന്നുണ്ട്, ഗോഡ് പെർമിറ്റ്സ് ഈവിൾ,
ദൈവം ചില സമയങ്ങളിൽ തിന്മയുടെ ശക്തികൾ ലോകത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു എന്നതൊരു മഹാരഹസ്യമാണെന്ന് മനുഷ്യബുദ്ധിക്ക് അതീതമായൊരു രഹസ്യം. പക്ഷെ ഒരു കാര്യം, ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ കരമുണ്ട്. ദൈവമറിയാതെ ഒന്നും നടക്കില്ല. ആ ഒരു വലിയൊരു വിശ്വാസബോധ്യം നമുക്കുണ്ടാകണം. അതിൻ്റെ പിന്നിൽ നമ്മുടെ രക്ഷയാണ്. നമ്മുടെ 2-3 ദൈവം ഏറ്റവും കൂടുതൽ നോക്കുന്നത് നമ്മുടെ എന്താണ്? യാക്കോബ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4, 5, 6 വചനമുണ്ട്. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. നമ്മിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം കാത്തിരിക്കുന്നു, അസൂയോടെ അഭിലഷിക്കുന്നു പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ പിടിച്ചുകൊണ്ട് പോകുവാൻ വേണ്ടി ദൈവം ചില പ്രവർത്തികൾ ലോകത്തിൽ ചരിത്രത്തിലൊക്കെ ചെയ്യും. ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ സ്വന്തമാക്കാൻ ദൈവത്തിൻ്റെ സ്വത്ത് ദൈവം സ്വന്തമാക്കാൻ വേണ്ടി ദൈവം ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊന്നും നമുക്ക് മനസ്സിലാക്കാറുണ്ട്. ചിലക്ക് തകർച്ചകൾ ഉണ്ടായപ്പോൾ അവർ ദൈവത്തെ അറിഞ്ഞതെന്ന് പറയാറുണ്ട്. തകർച്ചകൾ വന്നപ്പോൾ അവർ മാനസാന്തരപ്പെട്ടത്. അവൻ്റെ ആത്മാവ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് തകർച്ച കൊടുത്തത്. അവളുടെ ആത്മാവ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം ചില തകർച്ച ഭൗതിക മേഖലകൾ വേർപെടുത്തിയത്, ബന്ധങ്ങൾ വേർപെടുത്തിയത്, അവനെയല്ല അവളെ ഒറ്റപ്പെടുത്തിയത്. അവളുടെ ആത്മാവിനെ കളങ്കമില്ലാതെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു നിഗൂഢമായൊരു പ്രവൃത്തിയാണിത്. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലേലമാശഭക്താനെ, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിത പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിലൂടെ കണ്ണുനീരൊടുക്കുന്ന ഒരുപാട് ആളുകൾ കാണും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ ഒരേ ഒരു കാര്യമേ അച്ഛന് പറയാനുള്ളൂ. റോമാലേഖനം 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയാക്കി മാറ്റിത്തരുന്നു. ദൈവിക രഹസ്യങ്ങളുടെ വലിയൊരു പദ്ധതി നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ. മനുഷ്യൻ പലപ്പോഴും ദൈവപദ്ധതിയെ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ള പരിശ്രമം ഒരിക്കലും നടക്കില്ലത്. അസാധ്യമായ കാര്യമാണ്. മനുഷ്യബുദ്ധി കൊണ്ട് ദൈവത്തെ അളക്കുക ഒരിക്കലും സാധ്യമല്ല. അവനത് സാധിക്കില്ലാത്തൊരു കാര്യമാണത്. അതുകൊണ്ടാണല്ലോ 1 കൊരിന്ത്യർ 3:18-19 വചനം പറയും, ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനി ആകേണ്ടതിന് അവൻ തന്നെ ഭോഷനാക്കട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. ദൈവത്തിന് ഭോഷത്വം. വിജ്ഞാനികൾ തങ്ങളുടെ ചിന്തകൾ തന്നെ കൊടുക്കുന്നുവെന്നും പറയുന്നുണ്ട്. അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങൾ തന്നെ കൊടുക്കുന്നുവെന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നുവെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. അതാണ് 1 കൊരിന്ത്യർ 3:20 പറയും. ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒരിക്കലും ദൈവപദ്ധതിയുടെ രഹസ്യങ്ങൾ, ഒരു അടയാളമോ അത്ഭുതങ്ങളോ രോഗശാന്തികളോ അനുഭവങ്ങളോ കാണുമ്പോഴൊന്നും നമ്മളെടുക്കുന്ന ബുദ്ധി കൊണ്ടെടുക്കുന്ന കാൽക്കുലേഷൻസ് ഒന്നും ശരിയാകണമെന്നില്ല. ഒരിക്കലും അവിടെ ദൈവാത്മാവിന് മാത്രമേ അതറിയത്തുള്ളൂ. ഞാൻ ഈ നാളുകളിൽ പല സംഭവങ്ങളും പല അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും ചുറ്റുപാടുകളും സമൂഹങ്ങളിലും എല്ലായിടത്തും നടക്കുന്ന സംഭവങ്ങളെ പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് പഠിക്കാൻ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നൊരു മറുപടി ഇതാണ്: ഇതൊരു മഹാരഹസ്യമാണ്, പക്ഷേ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു തികഞ്ഞ ബോധ്യം ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നിറയ്ക്കണം. അപ്പം അതിനുള്ള വലിയ കൃപ തരണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മെ അലട്ടുന്ന പൈശാചിക പീഡകൾ, ബന്ധനങ്ങളെല്ലാം ഈ നിമിഷത്തിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പരിശുദ്ധ രക്തത്താൽ നീങ്ങിപ്പോകട്ടെ എന്ന് വെച്ചാൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഈ തുറന്നുള്ള ആരാധന സമയത്ത് ദൈവകരം, പരിശുദ്ധാത്മാവിൻ്റെ കരം നിങ്ങളുടെ മേൽ ഒഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്ന യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ആമേൻ. രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ്റെ ദൈവം. ഈശോയോട് പ്രാർത്ഥിച്ചേ, നീ എൻ്റെ രക്ഷകനും. തുറന്ന ഹൃദയത്തോടെ പ്രാർത്ഥിച്ചേ, നീ നീ
അടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും മുഖം കൂട്ടായ്മയെ തൊടണമേ. ഓരോ കുടുംബത്തെ ഓരോ മകനെ മകളെ സർവവുമായി അടിയനിതാ ഓ ദൈവമേ അടിയനിതാ ഈശോ അടിയനിതാ ഈശോ അടിയനിതാ ഈശോ അടിയനിതാ സ്തുതിക്കുന്ന എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും പാപവൈശാസിക പീഡകളും രോഗങ്ങളും എല്ലാം ഈശോയുടെ സാന്നിധ്യം ഇപ്പോൾ വെളിപ്പെടുന്നു. ഓരോ വ്യക്തിയിലും വെളിപ്പെടുന്നു, ഓരോ കുടുംബത്തിലും വെളിപ്പെടുന്നു, ഓരോ മകളിലും മകളിലും വെളിപ്പെടുന്നു. ഹല്ലേലൂയ ആരാധന, ഹല്ലേലൂയ ആരാധന, ഹല്ലേലൂയ ആരാധന, ജീസസ് നെയിം, ഹല്ലേലൂയ ആരാധന, ഹല്ലേലൂയ ആരാധന, സകല തടസ്സങ്ങളും രോഗങ്ങളും പാപങ്ങളും അസ്വസ്ഥതകളും നിരാശനമാണ് ഈശോയുടെ സ്നേഹം പുതിയത് എല്ലാ ഹൃദയങ്ങളും കരങ്ങൾ വിരിച്ചു പിടിച്ച് ആരാധന